നമുക്ക് ഈ വീഡിയോയിൽ കെമിക്കൽ ഡ്രോയിങ് സോഫ്റ്റ്വെയറായ കെംസ്കെച്ച് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതെന്നും ഉപയോഗിക്കുന്നതെന്നും നോക്കാം. അതിനുവേണ്ടി ആദ്യമായി നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൽ കെംസ്കെച്ച് സോഫ്റ്റ്വെയർ ഫ്രീ ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ സോഫ്റ്റ്വെയറിൻ്റെ കമ്പനിയായ ACD ലാബിൻ്റെ ലിങ്ക് നമുക്ക് ഇതിൽ നിന്നും കിട്ടും. ആദ്യത്തെ ലിങ്കാണത്. ഫ്രീ കെമിക്കൽ ഡ്രോയിങ് സോഫ്റ്റ്വെയർ ഫോർ സ്റ്റുഡൻസ് കെംസ്കെച്ച് എന്ന് കാണാം. ഈ സോഫ്റ്റ്വെയർ സാധാരണയായിട്ട് നമ്മുടെ പേഴ്സണൽ ഉപയോഗത്തിനും അതുപോലെ സ്റ്റുഡൻസിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാത്രമുള്ളതാണ്. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് ഇവർക്ക് മാത്രമാണ്. നമ്മളത് ആദ്യത്തെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ACD ലാബിൻ്റെ സൈറ്റിൽ നമ്മൾ എത്തി. അവിടെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡൗൺലോഡ് കെംസ്കെച്ച് ഫ്രീവെയർ എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അത് നമ്മുടെ ഇനീഷ്യൽ അടിച്ചാൽ മതി. ദെൻ ഇമെയിൽ അഡ്രസ്സ്, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്, നമ്മുടെ കൺട്രി, നമ്മുടെ സ്റ്റേറ്റ്, ഇതൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഡൗൺലോഡ് സോഫ്റ്റ്വെയർ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് ACD ലാബ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് അയക്കുന്നതാണ്. നമ്മൾ ഇമെയിൽ തുറന്നിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു RAR ഫയലാണ് കിട്ടുക. ആ RAR ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റലേഷൻ ഫയൽ കാണും. ആ ഫയൽ ഉപയോഗിച്ച് നമുക്ക് സാധാരണ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനായി എൻ്റെ ഇമെയിലിൽ വന്നിട്ടുള്ള RAR ഫയൽ വെച്ചിട്ട് നമുക്കൊന്ന് എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതിന് RAR ഫയലാണിത്. അതിൽ സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുക. അത് എക്സ്ട്രാക്ട് ചെയ്ത് വന്നു. യെസ് ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്തതായിട്ട് കാണിക്കുക. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ അഗെയിൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ രീതിയിൽ നമുക്ക് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ കെംസ്കെച്ച് മുഴുവനായി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റലേഷൻ നടത്താവുന്നതാണ്. ഇൻസ്റ്റലേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ഞാനിത് ഫിനിഷ് ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ സ്റ്റാർട്ട് ബട്ടൻ്റെ അടുത്തുള്ള സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ കെംസ്കെച്ച് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. കെംസ്കെച്ച് ഇവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർ തുറന്നു വരികയാണ്. ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇത് ക്ലോസ് ചെയ്യുക. ഇതും ക്ലോസ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദിസ് കെംസ്കെച്ച്. ഇതാണ് നമ്മുടെ കെംസ്കെച്ച് സോഫ്റ്റ്വെയർ. ഇത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ ഐക്കൺസ് കാണാം, കുറേ സിമ്പിൾ കാണാം. ഉദാഹരണമായിട്ട് ഇത് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, സോഡിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, പൊട്ടാസ്യം, ബ്രോമിൻ, ബെറിലിയം,
ഇതിവിടെ കൊടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എലമെൻറ്റ്സ് എന്നുള്ള നിലയിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം കുറേ സ്ട്രക്ചർ കാണാം. ബെൻസീൻ, സൈക്ലോഹെക്സൈൻ, സൈക്ലോപെൻറ്റൈൻ പോലുള്ളതും പിന്നെ കുറേ റാഡിക്കൽസിൻ്റെ, ഓർഗാനിക് റാഡിക്കൽസിൻ്റെയും ഐക്കൺസ് കാണാം. അതുപോലെ മേലെ ഇതൊക്കെ ടൂൾ ബാറാണ്. ഇതിൽ കുറേ ടൂൾസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കെംസ്കെച്ച് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തു, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നും പഠിച്ചു. ഇവിടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കെംസ്കെച്ച് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത്, ഇതിൻ്റെ ഉപയോഗം മുഴുവനായിട്ട് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.